നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ നിലവിൽ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാലം, കാരണം കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ധാരാളം ആത്മസുഹൃത്തുക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് നമുക്ക് ഇനിയെങ്കിലും നമ്മൾ രക്ഷപ്പെടുമോ, ഇനിയെങ്കിലും ജീവിതത്തിലൊരു മാറ്റം വരുമോ എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ നിങ്ങളോട് ഒരു നന്ദി രേഖപ്പെടുത്താനുള്ളത്, ജ്യോതിഷ കേരളയിലേക്ക് സുസ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ട്, നിങ്ങളുടെ ഒരു എന്താ പറയുക, ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം ഈ ഒരു അനുഗ്രഹമാണ് നമുക്കൊരു പ്രപഞ്ചശക്തിയുടെ ഈശ്വരാനുഗ്രഹമായി പ്രതിഫലിക്കുന്നത്. നമ്മൾ മേടക്കൂറിൻ്റെ ഇനി വരുന്ന കുറച്ച് കാലത്തെ ഒരു ചേഞ്ച്, അതായത് ഇതുവരെ നമുക്ക് കുറച്ച്, അതായത് മേടക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് പൊതുവിൽ അറിയാം, അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാലമായിട്ട് സമയം അത്ര അങ്ങോട്ട് നന്നായിരുന്നില്ല എന്ന് പറഞ്ഞാൽ കാരണം വേറെ ഒന്നുമല്ല, മേടക്കൂറുകാരെ സംബന്ധിച്ച് 7.5 ശനി തുടങ്ങിയതിൻ്റെയും പിന്നെ വ്യാഴം അനിഷ്ടസ്ഥാനത്തായതിൻ്റെയും അതുകൂടാതെ അവരുടെ 5-ാം ഭാവത്തിൽ, അതായത് അവർ തീരുമാനം എടുക്കേണ്ട, അവരുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ട സ്ഥാനത്തൊക്കെ കേതു വന്നതിൻ്റെയൊക്കെ ഒരു അനിഷ്ടം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ ഇനി അങ്ങോട്ട് ഉള്ള കാലഘട്ടം എങ്ങനെ നമുക്ക്, അതായത് എപ്പോഴും ആ ഗ്രഹമാറ്റം, അതായത് ശനിമാറ്റം അതുപോലെ തന്നെ വ്യാഴമാറ്റമൊക്കെ വന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു നമ്മളെ ഒരു പിന്നെ തടസ്സങ്ങളും ആ ഒരു പിന്നെ കാലതാമസവും പിന്നെ പല കാര്യങ്ങളിലും നമുക്ക് പിന്നീട് മാറ്റിവെക്കേണ്ടി വരുന്നതായ അവസ്ഥകളൊക്കെ ക്രമേണ മാറുന്നൊരു സമയമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വലിയ തടസ്സങ്ങളിലേക്ക് പോകുന്നില്ല, ക്രമേണ കൊണ്ട് നമ്മൾ വീണ്ടും മെല്ലെ മെല്ലെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹം വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ വ്യാഴം 3-ൽ നിൽക്കുന്നതാണ് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദക്കാരെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി. കാരണം വ്യാഴം 3-ൽ അത്ര നന്നല്ല, 3-ാം സ്ഥാനം മാത്രമല്ല 12-ാം ഭാവാധിപത്യം കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് കഷ്ടനഷ്ടങ്ങളും പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു പല കാര്യങ്ങളും ധനപരമായിട്ട് എല്ലാ വ്യക്തികളുടെയും പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ധനവും ജോലിയും പിന്നെ നമ്മുടെ ബിസിനസ്സിലെ ഡെവലപ്മെൻറ്റും ഒക്കെയാണ്. ഇതിനകത്തൊക്കെ കുറേ ഒരു സ്ലോ ആയ ഒരു അവസ്ഥയാണിപ്പോൾ. അതിൽ നിന്നൊരു ക്രമേണ ഒന്ന് മുന്നോട്ട് നീങ്ങുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജ്യോതിഷം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിൻ്റെ ഒരു അവസാന വാക്കല്ല. ജ്യോതിഷം ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു യാത്ര പോകുമ്പോൾ, ജീവിതയാത്ര പോകുമ്പോൾ നമുക്കൊരു ഗൈഡ് ലൈൻ, പോകുന്ന വഴികളിൽ എവിടെയൊക്കെ കുണ്ടും കുഴിയുണ്ട്, എവിടെയൊക്കെ അപകടങ്ങളുണ്ട്, എവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള നമ്മളെ ജാഗ്രത പുലർത്താൻ നമുക്കൊരു സൂചന നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട് പോകുമ്പോൾ, കാരണം ജ്യോതിഷത്തെ പറയുന്നത് തന്നെ വേദചക്ഷുസ് എന്നാണ്, അതായത് വേദത്തിൻ്റെ കണ്ണെന്നാണ്. അതായത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കണ്ണ് തുറന്ന് കണ്ട് മുന്നോട്ട് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് പോകാനുള്ളൊരു മാർഗം. അപ്പോൾ അതിൽ നമ്മൾ ജ്യോതിഷം, ഇപ്പോൾ നമ്മുടെ ഒരു നല്ല ശതമാനം ഈ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, നല്ലൊരു ശതമാനം ആൾക്കാരും ജ്യോതിഷത്തിൽ പറയുന്ന ആ ഫലങ്ങൾ പിന്നെ അതിലുപരി കുറേ താന്ത്രികമായ പരിഹാരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അത് തെറ്റാണ്. കാരണം നമുക്ക് ജ്യോതിഷത്തിലായിരുന്നാലും താന്ത്രിക പരിഹാരങ്ങളിലായിരുന്നാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, താമ്പാതി ദൈവം പാതി എന്നാണ്. നമുക്ക് ദൈവാധീനം വർദ്ധിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ള സൂചനകൾ ജ്യോതിഷം തന്നാലും ദൈവാധീനം വർദ്ധിപ്പിച്ചാലും ബാക്കി താൻ പാതി എന്ന് പറയും. അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് 2 തരം, അതായത് ജ്യോതിഷം തരുന്ന ഭാവി സൂചനകൾ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയാം നമ്മുടെ വരും വരായികളെക്കുറിച്ചുള്ള നമ്മുടെ വിധി എന്ന് പറയാം. ആ വിധിയെക്കുറിച്ചുള്ള സൂചനകളും ഒപ്പം തന്നെ നമ്മുടെ ഒരു ഫ്രീ വില്ലുണ്ട്, ആ വില്ലും കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മളിതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്. അതിനാണ് താമ്പാതി ദൈവം പാതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പിന്നെ വിധി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ
നമ്മുടെ ഈ ജാതകം നോക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിഷ്ടം വരാവുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് കേതു ദശയോ അല്ലെങ്കിൽ കേതു അപഹാരമോ ഒക്കെ വരുമ്പോഴാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ഇത് അത്ര വലിയ കാഠിന്യം ഉണ്ടാവില്ല. പക്ഷേ ഈ കേതു അങ്ങനെയല്ല. കേതു നമുക്ക് ഈ മുറിവ്, ചതവ്, വീഴ്ച ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഇപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് 5-ലാണ് കേതു നിൽക്കുന്നത്. 5 എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രജ്ഞ, മേധാ, പ്രതിഭ. നമുക്ക് അബദ്ധങ്ങളിൽ പോയി ചാടും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റായി വരും, തീരുമാനം എടുക്കാൻ നമുക്ക് വൈകല്യം ഉണ്ടാവും. ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രീ വില്ല് അവിടെ അപ്ലൈ ചെയ്യുക. ഫ്രീ വില്ലെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കേതു ദശയാണ് അല്ലെങ്കിൽ കേതു അപഹാരമാണ് നമുക്കിപ്പോൾ നടക്കുന്നത്. പൊതുവിൽ ജാതകാലം കുറച്ച് സമയം മോശമാണെന്ന് പറയുന്നു. നമ്മളെന്ത് ചെയ്യും? അയ്യോ അതുകൊണ്ടൊന്നും ചെയ്യേണ്ടതെന്നല്ല. ആ ചെയ്യുന്നിടത്തല്ല നമ്മൾ കുറച്ച് സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. അതായത് ഇപ്പോൾ കേതു ദിശയിൽ വെള്ളം ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ വഴുതി വീഴാതെ സൂക്ഷിക്കുക. നമ്മൾ ധൃതിയും വെപ്രാളവും കുറയ്ക്കുക. നമ്മൾ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തുക. പിന്നെ ആ പീരീഡുകളിൽ നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിക്കുക. ദൈവാധീനം മീൻസ് നമ്മുടേതായ ഏത് മതത്തിലായിരുന്നാലും നമ്മുടേതായ മതപരമായ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനാലയങ്ങളുടെ ദർശനങ്ങൾ, ഒരു മെഡിറ്റേഷനോ കുറച്ച് ഒരു ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അനാവശ്യമായ നെഗറ്റീവായ കൂട്ടുകെട്ടുകളിൽ നിന്ന്, നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരാളിന് ഇതൊന്നും ബാധിക്കത്തില്ല. ഇത് 100% അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഗ്രഹദോഷങ്ങളൊക്കെ ഒരു പരിധി, അതായത് ജ്യോതിഷം തന്നെ പറയുന്നത് ഒട്ടൊക്കില്ല എന്നാണ്. അതായത് പാതിയാണ്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ പകുതി പറയുമ്പോൾ ബാക്കി പകുതി നമ്മുടെ ഫ്രീ വില്ലും നമ്മുടെ ശ്രദ്ധയും കൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയണം. ഇതിന് പകരം ഞാൻ പലരും വിളിക്കുമ്പോൾ പറയുന്നതാണ്, സാറേ ഞാനിങ്ങനെ പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു താന്ത്രികനെ കൊണ്ട് 50,000 രൂപയുടെ പൂജ ചെയ്തു, 1.5 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞ മാസം വീട്ടിലെ എല്ലാ പൂജകളും ചെയ്യിച്ചതേ ഉള്ളൂ. അതിലൊന്നും ഒരു കാര്യവുമില്ല. ആ പൂജകൾ ചെയ്യിച്ച് നിങ്ങൾ കുറേ കാശ് കളയാനല്ല പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുകയും നിങ്ങൾ പിന്നെ വേണ്ടത് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാലയത്തിൽ പോവുക, ആരാധനാലയത്തിൽ പോവുക, അത് തെറ്റല്ല. അവിടെ നമ്മളാൽ കഴിയുന്ന ലഘുവായ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമുക്കിപ്പോൾ 100 രൂപയുണ്ടെങ്കിൽ അതിന് 5 രൂപ ദാനധർമ്മങ്ങൾക്ക്, ഈശ്വര കാര്യങ്ങൾക്ക് മാറ്റിവെക്കാം. അങ്ങനെ ചെയ്യാം. 2, നമ്മുടെ ജാതകാൽ പൂർവ്വജന്മദോഷങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന് ജീവിതത്തിൽ ഒറ്റ തവണ പരിഹാരം ചെയ്യണം. ഞാൻ എല്ലാ ക്ലയൻസിനോടും പറയാറുണ്ട്. കാരണം നമ്മുടെ പൂർവ്വജന്മദോഷങ്ങളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അനുഭവങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. അതിന് പരിഹാരം ചെയ്താൽ ഒരു പരിധി വരെ പിന്നെ നമ്മുടെ പരിശ്രമം വിജയിക്കും. ഇത് നമ്മൾ പരിശ്രമിച്ചാലും വിജയിക്കാത്തതിന് കാരണം അതാണ്. പിന്നെ പൂർവ്വജന്മദോഷം ജീവിതത്തിൽ ഒറ്റത്തവണ മാറ്റിയെന്ന് വിചാരിച്ചും പിന്നെ ഒരു പോറ്റിയെ കൊണ്ട് അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി 1 ലക്ഷം രൂപ മുടക്കിയിട്ടോ അല്ലെങ്കിൽ 100 ദിവസം കണ്ടിന്യൂസ് ഇന്ന പൂജ ചെയ്തിട്ടോ എൻ്റെ ജീവിതത്തിൽ പരിഹാരം വരണമെന്ന് വെച്ചാൽ വരികയില്ല. നമ്മളെപ്പോഴും നമ്മുടെ പിന്നെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുകയും ഒപ്പം തന്നെ ദൈവാധീനം ഒരു സപ്പോർട്ടാണ്. അതിനുവേണ്ടി അമിതമായി പണം മുടക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും മേടക്കൂറുകാരെ സംബന്ധിച്ച് തീരെ കഷ്ടമായിരുന്ന അവസ്ഥകളൊക്കെ മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് കടങ്ങൾ മാറി വരികയും നിങ്ങൾക്ക് ജീവിതത്തിലൊരു ചേഞ്ചും വരുന്നൊരു സമയം വന്നിട്ടുണ്ട്. എന്തായാലും 2026 മാർച്ചിൽ വ്യാഴം മാറുന്നത് നിങ്ങൾക്ക് കുറേ കൂടെ ഗുണമായിട്ട് വരും. അതിനു മുമ്പ് ചേഞ്ച് വരികയാണ്. തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ട് വരട്ടെ. ഇടവക്കൂറുകാരുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള കാലയളവ്, അതായത് നമുക്ക് തന്നെ അറിയാം, ഒരു കഴിഞ്ഞ 4-5 മാസം മുമ്പാണ് ശനിയും രാഹുകേതുവും അതുപോലെ തന്നെ വ്യാഴവുമൊക്കെ മാറിയത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ മാറ്റം വന്നതിന് ശേഷം പൊതുവിൽ നമ്മൾ ഇപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്, അതായത് കാർത്തിക 2, 3, 4, അതായത് 3/4, അതുപോലെ തന്നെ രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 1-2 പാദം വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് പൊതുവിൽ സമയം വളരെ നല്ലതായിരുന്നു. അതിൻ്റെ കാരണം തന്നെ വ്യാഴം നമുക്ക് അനുകൂലമായി 2-ൽ വന്നിട്ടുണ്ടായിരുന്നു, ധനസ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നു. ശനിദോഷം മാറിയിട്ടുണ്ടായിരുന്നു, 11-ലേക്ക് ശനി മാറിത്തന്നു. അതായത് കണ്ടകശനി മാറി.
നമുക്ക് കേതുവും കുറച്ച് അനുകൂലമായിട്ട് വന്നു. അതുപോലെ തന്നെ സർപ്പദോഷവും വലുതായിട്ടില്ല. ഒരു വളരെ പിന്നെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ നമ്മളെ ഇപ്പോഴത്തെ ഈ വർഷത്തെ ആ മാറ്റത്തിൽ, മാർച്ച് ഏപ്രിൽ വന്ന മാറ്റത്തിൽ ഏറ്റവും ഗുണകരമായിട്ട് വന്ന 2 രാശി എന്ന് പറയുന്നത് ഒന്ന് ഇടവക്കൂറും പിന്നൊന്ന് തുലാക്കൂറുമാണ്. അതായത് ശുക്രൻ്റെ ആധിപത്യമുള്ള 2 രാശിക്കാരാണ്. അപ്പോൾ ഈ 4-5 മാസം കഴിഞ്ഞുകൊണ്ട് ഇനി എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മൾ പൊതുവിൽ ഈ ഗ്രഹങ്ങൾ മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചന്ദ്രനുണ്ട്, ആദിത്യനുണ്ട്, ശുക്രനുണ്ട്, ബുധനുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പൊസിഷൻ മാറുന്നുണ്ട്. ഇവരുടെയൊക്കെ പൊസിഷൻ എപ്പോഴും ഒരു 3-4 മാസത്തിൻ്റെ ഗ്യാപ്പിൽ മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആദിത്യനും പിന്നെ മാസം തോറും മാറുന്നുണ്ട്. അപ്പോൾ ആ മാറ്റം നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് സമയം കുറച്ച് നല്ലതായതുകൊണ്ട് എപ്പോഴും നമ്മൾ പണ്ടുള്ളവർ പറയും സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാ 10 അറുക്കാം. അപ്പോൾ ഈ നമുക്ക് കുറച്ച് നല്ലതായിരിക്കുന്ന സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ധനപരമായിട്ടായിരുന്നാലും ജോലിയിലായിരുന്നാലും നമ്മുടെ ബിസിനസ്സിലായിരുന്നാലും ഗുണകരമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഫ്യൂച്ചറിൽ ഒരു അനിഷ്ടകാലം വരുമ്പോൾ നമുക്ക് പ്രയോജനമായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഇടവക്കൂറുകാരുടെ അനിഷ്ടസ്ഥാനത്ത്, അതായത് അനിഷ്ടസ്ഥാനത്തേക്ക് മാറിയ ഗ്രഹങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ചൊവ്വയാണ്. പിന്നെ മറ്റൊന്ന് ഇവരുടെ 5-ലാണ് ആദിത്യൻ ചില കാര്യങ്ങൾ നമുക്ക് കുറേ ഗുണം ചെയ്യും, ചില കാര്യങ്ങളിൽ അനിഷ്ടവും ചെയ്യും. ഇനി അതിനേക്കാളുപരി നമ്മുടെ രാശ്യാധിപനായ ശുക്രൻ സഹായസ്ഥാനത്തായിരുന്നു. ഇപ്പോൾ ചിങ്ങത്തിൽ, അതും കേതുവിൻ്റെ കൂടെയാണ്. അപ്പം നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് ഗുണം വരില്ല. അതായത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും വളരെ ക്ഷമയും സഹനവും വേണ്ട ഒരു കാലം, ജാഗ്രതയും വേണ്ട കാലം. മറ്റു കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, വാക്കിലും പ്രവൃത്തിയില്ല. അതിൻ്റെ കാരണം നമ്മുടെ 7-ാം ഭാവാധിപതി കൂടിയായ ചൊവ്വയാണ് 6-ൽ വന്ന് നിൽക്കുന്നതും, കൂടാതെ ആ ശുക്രൻ പരിവർത്തനം ചെയ്ത് കേതുവിനോടൊപ്പം നമ്മളെ 4-ൽ, അതായത് 4-ലെന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ കേതുവിൻ്റെ കൂടെ ആദിത്യൻ്റെ വീട്ടാണ് നിൽക്കുന്നത്. ആദിത്യനും 5-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകത നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുടുംബത്തിലോ ഏറ്റവും അടുത്ത് നമ്മളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർ, അതായത് ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, കൊളീഗ്സ്, നമ്മുടെ മേലധികാരികൾ, ഇങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് വാക്ക് തർക്കം, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് സംസാരം കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് പിണങ്ങേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവർ അതിൻ്റെ രീതിക്ക് ഉൾക്കൊള്ളാതെ തെറ്റിദ്ധാരണ വന്ന് നമ്മളിൽ നിന്ന് അകന്നു പോവുക, ഇതൊക്കെ വരാം. നമ്മുടെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് കുറച്ച് അകൽച്ച വരാം. വിവാഹം പറഞ്ഞു വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ മാനസികമായിട്ട് കുറച്ച് അകൽച്ച വരാം. തമ്മിൽ ഇഷ്ടം ഉണ്ടായിരുന്നവർ തമ്മിലൊരു അകൽച്ച വരാം. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ നമ്മൾ വീണ്ടും തടസ്സം വരാം. ഇങ്ങനെയൊക്കെ വരാവുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ അതിൽ ചെയ്യേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തുക എന്നുള്ളതാണ്, കുറച്ചൊരു സംയമനം പുലർത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ ഈ ശുക്രൻ കേതുവിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വന്നു ചേരുന്ന പുതിയ സൗഹൃദങ്ങൾ, ഇഷ്ടങ്ങൾ, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ പാരയായിട്ട് മാറും. അതായത് അവരിൽ നിന്ന് നമുക്ക് പേരുദോഷം കേൾക്കാനോ, അല്ലെങ്കിൽ അപഖ്യാതി ഉണ്ടാകാനോ, അതല്ലെങ്കിൽ അതിലൂടെ നമുക്ക് നഷ്ടങ്ങളുണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയൊക്കെ വരുന്ന പുതിയ ബന്ധങ്ങൾ. പിന്നെ കാരണം അത് ചൊവ്വയും കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടും, അത് ശുക്രൻ്റെ വീടായതുകൊണ്ട്, ശുക്രൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ടെക്നോളജി ആയിട്ടൊക്കെ ബന്ധമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിയൽ എസ്റ്റേറ്റ്,
ഭൂമി ഇടപാട് ഇങ്ങനെയുള്ളതിൽ ഇടപെടുന്നവരെ സംബന്ധിച്ച് സാമ്പത്തികം മുടക്കിയുള്ളൊരു കാര്യങ്ങൾ ചെയ്യരുത്. വസ്തു വിൽപ്പന, വസ്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമയം നല്ലതല്ല. കുടുംബപരമായിട്ടുള്ള ഷെയറുകളിൽ നമുക്കിപ്പോൾ തർക്കമോ ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിയമപരമായ കാര്യങ്ങൾ, കേസ്, കോടതി, വഴക്ക്, ഇതിനൊന്നും നമ്മൾ പോകരുത്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നമ്മളൊരു സംയമനത്തോടെ ഇടപെടാവൂ, വാശി കാണിക്കരുത്. മറ്റൊന്ന്, മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഒരുപാടങ്ങ് ഇടപെടരുത്. അവരെ സഹായിക്കാൻ പോയി അതിൽ നിന്ന് നമ്മൾ സ്വയം വഴി കേൾക്കുകയോ അല്ലെങ്കിൽ ദുഃഖിക്കുകയോ ചെയ്യാൻ ഇടവരരുത്. മധ്യസ്ഥത, നമ്മുടെ എന്താ പറയുക, ജാമ്യം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ, മീഡിയേറ്റർഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത്. പോയാൽ അതിൽ നിന്ന് ദോഷം വരാവുന്നൊരു സമയമാണെന്നർത്ഥം. അത് ഇപ്പോൾ ഉടനെ വന്നില്ലെങ്കിലും, കാരണം ഇപ്പം നിങ്ങൾക്ക് വ്യാഴം 2-ൽ നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ട് വലിയ നഷ്ടം വരികയില്ല. ഫ്യൂച്ചറിൽ, അതായത് ഒരു 6 മാസം കൂടെ കഴിയുമ്പോൾ വ്യാഴം 3-ലേക്ക് പോകും. അന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ കഷ്ടത ബാധിക്കും. മറ്റൊന്ന്, നമുക്ക് ഈ അനിഷ്ടമായ വഴികളിലൂടെ ഉള്ള ചില സാമ്പത്തിക സ്രോതസ്സുകളോ, നമ്മൾ പറയില്ല, അവിഹിത ധനസ്രോതസ്സുകൾ നമ്മളിലേക്ക് തെളിഞ്ഞു വരും. അതുപോലെ തന്നെ നമുക്ക്, അതായത് ഉദ്യോഗത്തിലോ സാമൂഹ്യ പ്രവർത്തനത്തിലോ രാഷ്ട്രീയത്തിലോ ഒക്കെ ഉള്ളവർക്ക് നേരായ മാർഗത്തിലൂടെ അല്ലാത്ത ധനം വരാനുള്ള മാർഗ്ഗങ്ങൾ തെളിഞ്ഞു വരും. പിന്നെ ധന ഇടപാടുകളിൽ നമുക്ക് പുതിയ പുതിയ മാർഗ്ഗങ്ങൾ തെളിഞ്ഞു വരും. അവിടെയൊക്കെ നമ്മൾ ഭാവിയിൽ ദോഷം വരാത്ത രീതിയിൽ ഇടപെടാൻ ശ്രദ്ധിക്കുക. നിയമപ്രശ്നങ്ങൾ ഭാവിയിൽ വരരുത്, അതിന് സാധ്യതയുണ്ട്. ഇനി മറ്റൊന്ന്, അത് ബിസിനസ്സിലായാലും അങ്ങനെ തന്നെ. മറ്റൊന്ന്, നമുക്ക് ഈ ശത്രുക്കൾ, നമ്മളെ മറഞ്ഞിരുന്ന ശത്രുക്കൾ ചിലപ്പോൾ തലപൊക്കാനും, അല്ലെങ്കിൽ ശത്രുക്കൾ നമ്മൾ പറയില്ലേ, അകന്നിരുന്ന ശത്രുക്കൾ വീണ്ടും നമ്മളടുത്ത് ഒരു സൗഹൃദം കാണിച്ച്, അല്ലെങ്കിൽ പഴയതെല്ലാം നമ്മൾ ക്ഷമിക്കണം, മാപ്പാക്കണം എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് അടുക്കും. അപ്പോഴും വളരെ ശ്രദ്ധിക്കണം. അവർ നമ്മൾ അടുക്കുമ്പോഴും നമ്മളെ രഹസ്യങ്ങൾ തുറന്നു പറയുകയോ ഒരുപാട് അങ്ങ് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയോ ചെയ്യരുത്. നമ്മളൊരു സംശയത്തിൻ്റെ നിഴലിൽ മാത്രം അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. എങ്കിൽ ജീവിതത്തിൽ വലിയ പരാജയമില്ലാതെ പോകും. എന്തായാലും 2026 മാർച്ച് വരെയും നിങ്ങളെ സംബന്ധിച്ച് സമയം പൊതുവിൽ അനുകൂലമാണ്. ഭാവിയിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, സ്വപ്ന പദ്ധതികളും നിങ്ങൾക്ക് നടപ്പിലാക്കാം. പുതിയ പാർട്ണർഷിപ്പുകൾ നിങ്ങൾക്ക് നിയമപരമായി പ്രശ്നം വരാത്ത രീതിയിൽ ഏറ്റെടുക്കുകയും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷവും നന്മയും വരുന്ന കാലമാണ്. അത് അനുഭവിക്കുക. മിഥുനക്കൂറുകാരുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള നമ്മുടെ സമയം, അല്ലെങ്കിൽ നമ്മളെ കാലം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നാണ്. നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മിഥുനക്കൂറെന്ന് പറയുമ്പോൾ മകയിരം അവസാനത്തെ 2 പാദം, അതായത് 3ഉം 4ഉം പാദം, തിരുവാതിര പുണർതത്തിൻ്റെ 3/4 പാദം, അതായത് 1, 2, 3 പാദം. ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ വളരെയധികം കഷ്ടതയും ദുഃഖവും ഒക്കെ അനുഭവിച്ചിട്ട് അതിൽ നിന്ന് നമ്മളെന്ത് പറയാൻ, പടിപ്പടിയായിട്ട് ഇപ്പോൾ ഒന്ന് നമ്മൾ ഉയർന്ന് വന്ന് തുടങ്ങി. അതിൻ്റെ കാരണം, നിങ്ങളുടെ നഷ്ടസ്ഥാനത്ത് നിന്ന് വ്യാഴം ഈ ഒരു 4-5 മാസം മുമ്പേ മാറിയപ്പോൾ അത് ജന്മത്തിലേക്ക് വന്നു. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് സ്വസ്ഥതയും നിങ്ങളെ സഹായിക്കാൻ ആളുകളും സപ്പോർട്ടും ഒക്കെ വന്നു തുടങ്ങി. 10-ൽ കർമ്മസ്ഥാനത്താണിപ്പോൾ ശനി നിൽക്കുന്നതെന്നറിയാം. 10-ൽ കർമ്മസ്ഥാന ശനി കർമ്മകാരകനായതുകൊണ്ട് വലിയ ദോഷം ചെയ്യത്തില്ല. ജോലി, ബിസിനസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പുതിയ പുതിയ അവസരങ്ങൾ കൊണ്ടുവരികയും, പിന്നെ നിങ്ങളുടെ ജാതകാലം കൂടി ശനി അനുകൂലമായിരിക്കണം കേട്ടോ. അവരവരുടെ ജാതകം പരിശോധിക്കുന്നതിനാണ്. അതിനകത്ത് ശനി അനുകൂലമാണെങ്കിൽ ഈ കർമ്മസ്ഥാനത്ത് ശനിയും കൂടെ വരുമ്പോൾ പുതിയ ജോലി കിട്ടുക, ജോലിയിൽ പുതിയ ഗുണകരമായ മാറ്റം വരിക, ഇഷ്ടസ്ഥാനത്തേക്കുള്ള ട്രാൻസ്ഫർ, പ്രമോഷൻ, ഇതൊക്കെ വരാവുന്ന ഒരു സമയമാണ്. ഒപ്പം തന്നെ നമ്മളെ വളരെ കഠിനമായി ദോഷപ്പെടുത്തിക്കൊണ്ടിരുന്ന കേതു 3-ലേക്ക് മാറി തന്നു വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ സർപ്പദോഷം കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന ഒരു വർഷത്തേക്ക് കൂടെ കുറച്ചുകൂടി നമുക്ക് ജീവിതത്തിലൊരു ഗുണവും സപ്പോർട്ടും നന്മകളും വരുന്ന കാലമാണ്. അപ്പോൾ ഇതിന് ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മൾ
വളരെ കഷ്ടാവസ്ഥയിൽ നിന്ന് ഒന്ന് ഉയർന്നു വരുമ്പോൾ ഇനി അതിനേക്കാൾ നല്ല അവസ്ഥയിലേക്ക് പോകാനായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതായത് നമ്മൾ ന്യൂട്ടൻ്റെ തിയറി അനുസരിച്ച് നമ്മളെപ്പോഴും ആകർഷണ നിയമം അനുസരിച്ച് നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞാൽ അത് തിരിച്ചു വരും. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളാണ് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് തന്നെ തിരിച്ചു വരും. നിങ്ങൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഇനി അങ്ങോട്ട് വരുന്ന കാലം കുറച്ചുകൂടി നല്ലതാണ്. കാരണം ഈ മാർച്ച് 2026 മാർച്ച് ആകുമ്പോൾ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായി ജന്മത്തിൽ നിന്ന് 2ലേക്ക് ധനസ്ഥാനത്തേക്ക് വരികയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണകരമായ മാറ്റവും വരും. അതിലേക്ക് എത്തി എന്ന ഒരവസ്ഥയിൽ എത്തി നമ്മൾ. ഇനി ഒരു 6 മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സമയം ഗുണദോഷ സമ്മിശ്രമാണ്, വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മളിപ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ചില ഗുണങ്ങളിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 5-ൽ ചൊവ്വ എത്തിയ സമയമാണ്. 5 പറയണത് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മൾ വിവേകം സ്ഥാനത്താണ് 5 പറയുന്നത്. അതായത് മേധ, പ്രതിഭ, വിവേകം, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ട സ്ഥാനമാണ് 5. അവിടെ ചൊവ്വ വരുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും പോസിറ്റീവായ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ 11ാം ഭാവാധിപതി കൂടി ആയതുകൊണ്ട് ആ ചൊവ്വ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾ നേടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വരികയും, ഒപ്പം തന്നെ ആ ചൊവ്വയെ ഞാൻ എടുത്തു പറയാൻ കാരണം ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിയമപരമായ പ്രശ്നങ്ങൾ, പോലീസ് നടപടികൾ, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുക, അല്ലെങ്കിൽ ജോലിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സസ്പെൻഷനോ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്ന് താക്കീതൊക്കെ ഉണ്ടായിരുന്നൊരു സമയമായിരിക്കും. അത് മറികടക്കാൻ, അതിന് നയപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സമയമാണ് ഈ വന്നിരിക്കുന്നത്. അതായത് ചൊവ്വ നിങ്ങളെ സഹായിക്കാനായിട്ട് 5ലേക്ക് വന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതി വരുത്തുക. എന്നിട്ട് കേസ്, വഴക്ക്, തർക്കമൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം ഒരു നയപരമായിട്ട് വാശി ഉപേക്ഷിച്ച് നിങ്ങളൊരു തീരുമാനങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണം വരും. അതിലൂടെ ധനവും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും അനുഗ്രഹവും വരുന്നൊരു സമയമാണ്. അത് അങ്ങനെ പ്രയോജനപ്പെടുത്തുക. കടുത്ത വാശികളൊക്കെ ഉപേക്ഷിക്കുക. എങ്കിൽ ജീവിതം നന്നാവുന്നൊരു സമയമാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് 4-ൽ ആദിത്യനും ബുധനും വന്നിട്ടുണ്ട്. 4-ൽ ആദിത്യനും ബുധനും വരുമ്പോൾ നിങ്ങളെ തറവാട്ടുപരമായിട്ട്, കുടുംബപരമായിട്ട് സർക്കാർ വഴിക്ക് ധനമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിക്കുള്ള തറവാട്ട് സ്വത്ത് അന്യാധീനപ്പെട്ട് തിരിച്ചു കിട്ടാനോ, അല്ലെങ്കിൽ അതിൻ്റെ കേസോ എന്തെങ്കിലും നടന്നെങ്കിലോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സർക്കാർ നടപടികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ നമുക്ക് ഒരാളിന് ഗുണം വരുന്നത് നമ്മൾ അധ്വാനിച്ച് ജോലി ചെയ്ത് മാത്രമല്ല, അതുപോലെ തന്നെ നിങ്ങളുടെ 3 പറയുമ്പോൾ സഹായസ്ഥാനത്ത് ഇപ്പോൾ ശുക്രൻ പോയി നിൽക്കുകയാണ്. അപ്പോൾ ശുക്രൻ ഒരു നിങ്ങളുടെ ജാതകത്തെ സംബന്ധിച്ച്, അതായത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ 5ാം ഭാവാധിപത്യം 12ാം ഭാവാധിപത്യം ഉണ്ട്. എല്ലാ സുഖവും സന്തോഷവും അടുത്തെത്തും. നമ്മൾ പകുതി അനുഭവിക്കും, പകുതി അത് നഷ്ടപ്പെടുത്തും, നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തും. അതിന് നമ്മുടെ വാക്കും പ്രവൃത്തിയും അതിന് കാരണമായി തീരും. നമ്മളെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, അത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നെത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ശുക്രൻ ഇപ്പോൾ കേതുവിൻ്റെ കൂടെയാണ്. അപ്പോൾ കേതുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കേതു എല്ലാം മുറിച്ച് വിടും. അപ്പോൾ നിങ്ങൾക്ക് ദാമ്പത്യ സുഖം കുറയും. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. സപ്പോർട്ടേഴ്സ് എന്ന് പറയുമ്പം നിങ്ങളെ സഹായികൾ, അതായത് ആത്മാർത്ഥ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇഷ്ടക്കാർ, ഇവരെല്ലാം തെറ്റിദ്ധാരണ മൂലം അകന്ന് നിൽക്കാനോ അല്ലെങ്കിൽ അവർ ആ വ്യക്തികളിൽ മറ്റുള്ളവർ തെറ്റിദ്ധാരണ പുലർത്താനോ സ്വാധീനിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു അനിഷ്ടവും വിഷമവും തോന്നും. പക്ഷേ അതും മാറി വരും. കുറച്ച് ഒരു 2-3 മാസത്തിനകത്ത് 2 മാസം കൂടി നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ അത് കഴിയുമ്പോൾ ഇത് മാറി വരും. അതൊരു ക്ഷമ പുലർത്തുക എന്നുള്ളതാണ്. കാരണം അപ്പോഴേക്ക് ശുക്രൻ വീണ്ടും 4ലേക്ക് എത്തും. അപ്പോൾ അത് ഗുണമാവും. 2 മാസം വെയിറ്റ് ചെയ്താൽ മതി. അതുവരെ പിണക്കങ്ങളെ നമ്മൾ വാശി പിടിച്ച് ആ പിണക്കം തീർക്കാനോ വാശി പിടിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാനോ ശ്രമിക്കരുത്. അവരുടെ വഴിക്കങ്ങ് വിടുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർഷിപ്പിൽ വരുന്ന ആളാണ് ചൊവ്വ. അപ്പോൾ
ആ ചൊവ്വ കാരണം ബുദ്ധിപരമായിട്ട് 5-ാം ഭാവാധിപതിയായ ചൊവ്വയാണ് നിങ്ങൾക്ക് അനുഗുണമായിട്ട് ഇപ്പം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ചൊവ്വയെ ഗുണപ്പെടുത്തി എടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ 5-ാം ഭാവാധിപതിയിൽ 5-ൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ ചൊവ്വയെ ഗുണപ്പെടുത്തി എടുക്കണം. ചൊവ്വ 11-ാം ഭാവാധിപത്യം ഉണ്ട്, അതുപോലെ നിങ്ങൾ 6-ാം ഭാവാധിപത്യം ഉണ്ട്. അപ്പം 6-ാം ഭാവാധിപത്യം ആദ്യം അനുഭവിച്ചതുകൊണ്ട് ഇനി നിങ്ങളുടെ 11 ലാഭസ്ഥാനാധിപതി ഭാവാധിപത്യം നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ആ ചൊവ്വയെ കൊണ്ട് ഗുണം വരും. അതായത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഒരു 3-4 മാസത്തേക്ക് സുബ്രഹ്മണ്യ പ്രീതി വരുത്തുകയും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, സുബ്രഹ്മണ്യ പ്രാർത്ഥനകൾ ഭംഗിയായിട്ട് കൊണ്ടുപോവുകയും ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയും പിന്നെ മറ്റൊരു വലിയ ഗുണകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വികലാംഗർ, തീരെ അവശരായ ആൾക്കാർ, ഈ ആരോഗ്യമുള്ളവർക്കല്ല, വാർദ്ധക്യം ബാധിച്ച് തീരെ സുഖമില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാർക്ക് ആഹാരം, അന്നം വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള കുറച്ച് അനിഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടും. എന്തായാലും മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇനി വരുന്ന അങ്ങോട്ട് സമയം നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ പിടിവാശി ഉപേക്ഷിക്കണം. കാരണം ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചേ ഉള്ളൊരു ഏറ്റവും വലിയ അനിഷ്ടം പിടിവാശി. അവർ പിടിച്ച കാര്യത്തിൽ മുറുകെ പിടിക്കും. അത് ജീവിതത്തിൽ അനിഷ്ടം ഒരുപാടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ഞാൻ ഇതിനകത്ത് 4-ാം ഭാവം കൊണ്ട് പറഞ്ഞതാണ്, ഏറ്റവും നമ്മുടെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അങ്ങനെയുള്ള ആരെങ്കിലും പിണങ്ങി ദൂരോട്ട് നിൽക്കുകയാണെങ്കിൽ അവരോട് നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ അവരെ ഒപ്പം കൂട്ടിയില്ലെങ്കിലും പിണക്കം ഒഴിവാക്കി അവരോടൊരു നയപരമായിട്ട് ഇടപെട്ട് പോകുന്നത് കുറേ ഗുണം ഇനി ചെയ്യും. അങ്ങനെ പോയാൽ ജീവിതത്തിൽ ഇനി വരുന്ന ഒരു 6 മാസം കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നല്ല ഉയർച്ചയിലേക്ക് പോകും. 6 മാസം കഴിയുമ്പോൾ ധനവും ഐശ്വര്യം നിങ്ങൾക്ക് തേടി വരുന്ന അവസ്ഥയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ, നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ ജീവിതം വരുന്നൊരു കാലമാണ്. പഴയതെല്ലാം കളഞ്ഞ്, വേസ്റ്റെല്ലാം കളഞ്ഞ് നമ്മൾ ജീവിതത്തിലൊരു പുതുമയും ഈശ്വര അനുഗ്രഹവും തേടുന്ന സമയമാണ്. അത് ഗുണപ്പെടുത്തുക. തീർച്ചയായിട്ടും മിഥുനക്കൂറുകാർക്ക് സമയം ഇപ്പോൾ നല്ലതാണ്. കർക്കിടകക്കൂറിൻ്റെ ഇനി വരുന്ന കാലം, അതായത് കുറച്ച് നമ്മളിപ്പോൾ നമുക്കൊക്കെ അറിയാം, സ്ഥിരമായി വീഡിയോകൾ കാണുന്നവർക്കറിയാം, ഒരു ഇപ്പോൾ നമ്മുടെ ശനിമാറ്റം, വ്യാഴമാറ്റം, അതുപോലെ തന്നെ രാഹുകേതു മാറ്റമൊക്കെ കഴിഞ്ഞിട്ട് 4-5 മാസം കഴിഞ്ഞു. അപ്പോൾ പൊതുവിൽ കർക്കിടകക്കൂറിന് അത്ര നല്ല സമയം ആയിരുന്നില്ല എന്നാണ് നമ്മുടെ ധാരണ. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങോട്ട് കുറച്ചുകൂടി അതായത് ഗുണദോഷ സമ്മിശ്രമായിരുന്നു, അത്ര ഗുണം ചെയ്തിട്ടില്ല, എന്നാൽ വലിയ ദോഷമില്ലായിരുന്നു. എങ്കിലും നമുക്ക് ഇനി അങ്ങോട്ട് ഗുണം ചെയ്യുമെന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ചും നമുക്കെല്ലാം ധനമാണ് പ്രധാനം. ധനപരമായിട്ടും നമ്മുടെ ജോലി, പഠനം, നമ്മുടെ ഉയർച്ച, ഇതിൽ എങ്ങനെ ഈ പ്ലാനറ്ററി പൊസിഷൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദം, 4-ാം പാദം, പൂയം, ആയില്യം. ഈ കർക്കിടകക്കൂറിന് വ്യാഴം 12-ൽ നിൽക്കുന്ന സമയമായതുകൊണ്ടാണ്, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകാത്തത്. എങ്കിലും അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ അഷ്ടമത്തിൽ നിന്ന ശനി 9 ഭാഗ്യസ്ഥാനത്തേക്ക് മാറി തന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിലുള്ള ഡിലേ, അതായത് കാലതാമസം, മന്ദഗതി മാറി. ശനി കർമ്മകാരൻ കൂടി ആയതുകൊണ്ട് നമുക്ക് വരും കാലത്തേക്ക്, ഇനിയും വരുന്ന കാലത്തേക്കുള്ള പുതിയ പുതിയ പദ്ധതികൾ, പുതിയ പുതിയ ജോലി അവസരങ്ങൾ, അതുപോലെ തന്നെ പുതിയ ബിസിനസ് അവസരങ്ങൾ, പുതിയ പാർട്ണർഷിപ്പുകൾ, അതുപോലെ തന്നെ പഠനത്തിൽ തന്നെ പുതിയ പുതിയ പഠിക്കാനുള്ള മേഖലകൾ, ഉപരിപഠനം, ഇതിനൊക്കെയുള്ള സാധ്യതകൾ കൊണ്ടുവരുന്നൊരു സമയമാണ് ഇനി. അതാണ് പ്രധാനം എടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഈ പണ്ടുള്ളവർ പറയുന്ന ചൊല്ലുകൾ, മുത്തശ്ശി വാക്യങ്ങൾ അത്ര മോശമല്ല. ഈ നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ നേരത്തെ കരുതൽ വയ്ക്കണമെന്നാണ്. ഇപ്പം നമ്മൾ കരുതുന്നതാണ് നമ്മുടെ, അതായത്
ഭാവിക്ക് ഗുണകരമായിട്ട് മാറുന്നത്. നമ്മളിപ്പോൾ തീരെ കഷ്ടാവസ്ഥയിലല്ല. ഈ മുത്തശ്ശി ചൊല്ലെന്ന് പറഞ്ഞത്, ഇപ്പോൾ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തറുക്കാന്ന് പറയും. ഇപ്പോൾ വലിയ സമ്പത്ത് കാലമൊന്നും അല്ലെങ്കിലും നമുക്കിപ്പോൾ 10 തൈ വയ്ക്കാൻ പറ്റുന്ന ആരോഗ്യവും അതിനുള്ള അനുഗ്രഹവും ഭഗവാൻ തന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ അത് കുറേ കൂടെ ഗുണം ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് വ്യാഴം നഷ്ടസ്ഥാനത്താണെങ്കിലും അത് ദോഷം ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ യാദൃച്ഛികമായിട്ട് കൈവശം ചില വഴികളിലൂടെ ധനം വന്നുകൂടാന്നില്ല. ആ വരുന്നത് ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഭാവി മീൻസ് ഫ്യൂച്ചറിൽ ഫ്രൂട്ട്ഫുൾ ആവുന്ന രീതിയിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള ഏതെങ്കിലും റെക്കറിങ് ഡെപ്പോസിറ്റോ ഒക്കെ ആക്കി മാറ്റാനും ഭാവിയിലേക്ക് ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങാനും ഒക്കെ നല്ല സമയമാണ്. ഇപ്പോൾ നമ്മൾ നിലവിലുള്ളൊരവസ്ഥയിൽ നിങ്ങൾക്ക് കുറേ ഗുണം വരാനുള്ള ഒരു പ്രധാന കാരണം ചൊവ്വ നിങ്ങൾക്ക് 4ലേക്ക് വന്നു. ചൊവ്വ 4 വരുമ്പം നിങ്ങൾക്ക് കുടുംബപരമായ ഭൂമി, അതുപോലെ തന്നെ ഭൂമി വാങ്ങാനുള്ള ചില അവസരങ്ങൾ, ലോണിലെങ്കിലും വാങ്ങാനുള്ള അവസരങ്ങൾ, വീടും ഭൂമിയും ഇല്ലാത്തവർക്ക് വീടും ഭൂമിയും വാങ്ങാനുള്ള അവസരങ്ങൾ, ഇതൊക്കെ തേടി വരാം. അതുപോലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു ഗുണകരമായ മാറ്റം വരുന്ന സമയമാണ്. അതുപോലെ നിങ്ങളുടെ 3ൽ സഹായ സ്ഥാനത്താണ് ആദിത്യനും ബുധനും ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ആദിത്യനും ബുധനും സഹായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ സർക്കാർ രേഖാപരമായിട്ട് വരേണ്ട ചില ഗുണങ്ങൾ, അതായത് നിങ്ങളൊരു ലോണിനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ചില ആനുകൂല്യങ്ങളോ ധനപരമായ കാര്യങ്ങൾക്കോ ഇറങ്ങി തിരിച്ചാൽ അത് ഫ്രൂട്ട്ഫുൾ ആകും, നിങ്ങളിലേക്ക് വരും അത്. മറ്റൊന്ന്, സർക്കാരുമായിട്ടുള്ള ചില കോൺട്രാക്റ്റ് കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് വരും. നിങ്ങൾക്ക് ധനപരമായിട്ട് ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം സർക്കാരിൻ്റെ എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിലൊരു വലിയ ബിസിനസ്സോ പദ്ധതിയോ തുടങ്ങാൻ കുറച്ച് കൂട്ടുകാർ വന്നു, അയ്യോ എനിക്ക് സമയം മോശമാണ്, ഞാൻ ഒന്നിനും ഇറങ്ങില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട സമയമല്ല ഇപ്പോൾ. പകരം നിങ്ങൾക്ക് അതിൻ്റെ രേഖാപരമായ കാര്യങ്ങൾ, അതായത് നമ്മുടെ അതിൻ്റെ പിന്നെ ഗവൺമെൻറ് വഴിയായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നീക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ്, അതിന് അനുകൂലമാണ്. സർക്കാർ ഈ അനുമതികളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്, അതിന് ശ്രമിക്കാം. മറ്റൊന്ന്, നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സിലൊരു പാർട്ണർഷിപ്പോ വരുന്നു, തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുകയും അതിന് വേണ്ടുന്ന നമ്മളെ രേഖാപരമായ കാര്യങ്ങൾ, നമ്മൾ എല്ലാത്തിനും ഒരു ഡോക്യുമെൻറ്റേഷൻ വേണമല്ലോ, അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നീക്കാൻ പറ്റുന്ന സമയമാണ്. അങ്ങനെ ഇപ്പോഴും നീങ്ങിയാൽ അത് നിങ്ങൾക്ക് ഒരു മാർച്ച് കഴിയുമ്പോൾ അനുകൂലമായിട്ട് മാറും, നമ്മുടെ കയ്യിൽ വരുന്ന അവസ്ഥയാവും. അന്ന് നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. ഇനി 2ൽ ഈ ശുക്രൻ കേതുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഈ 2 എന്ന് പറയുന്നത് കുടുംബം, വാക്ക്, ധനം, ഈ സ്ഥാനമാണ്. അപ്പം നമ്മുടെ വാക്കുകളിലെ അശ്രദ്ധ കൊണ്ട് നമുക്ക് ധനനഷ്ടമോ അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. വാക്കുകളിൽ വളരെ ക്ഷമ പുലർത്തുക. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ കാണുകയും ചെയ്യുക. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് എന്ത് കൊടുക്കുന്നു അതേ തിരിച്ചു വരുള്ളൂ. പോസിറ്റീവായി ചിന്തിക്കുന്നവർക്ക് പോസിറ്റീവ് തന്നെ വരും. താൽക്കാലികമായ കഷ്ടതകളും ദുഃഖമൊക്കെ മാറും. എന്നും അങ്ങനെയല്ല. മറ്റൊന്ന്, നമ്മൾ ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നമ്മളെ ഇഷ്ടക്കാർ, ഇവരോടെല്ലാം നമ്മൾ വാക്ക് തർക്കമോ അല്ലെങ്കിൽ വാക്ക് കൊണ്ട് അവരെ മുറിവേൽപ്പിക്കാനോ ശ്രമിക്കരുത്. അതുപോലെ വാക്കുകളിൽ തെറ്റിദ്ധാരണ വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുന്നത്ര നമ്മൾ ഒരു സംയമനവും ക്ഷമയും പാലിച്ചു പോവുക. ഇല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ ജോലിയിലോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിലോ രാഷ്ട്രീയത്തിലോ ഉന്നത സ്ഥാനങ്ങളൊക്കെ ഇരിക്കുന്നവരായിരുന്നാൽ ഇത് ശ്രദ്ധിക്കണം. കാരണം നമ്മളെ സഹായിക്കേണ്ട ആൾക്കാരുമായിട്ട് ചില വാക്കുകളുടെ അശ്രദ്ധ കൊണ്ട് വലിയ ചാൻസുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു വലിയ പ്രമോഷനോ അല്ലെങ്കിൽ വലിയൊരു ധനപരമായ കാര്യമോ ഒരു സ്ഥാനമോ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അനിഷ്ടമായ ഒരു വാക്ക് അറിയാതെ നാവിൽ നിന്ന് വീണാൽ മതി. അപ്പം വാക്കുകളിൽ വളരെ സംയമനം വേണ്ട ഒരു കാലം. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വിദേശ യോഗത്തിന് പറ്റിയ സമയമാണ്.
വിദേശ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ വിദേശത്ത് പോകാനോ വിദേശ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നവർ, അത് ഉപരിപഠനത്തിനോ ജോലിക്കോ അല്ലെങ്കിൽ വിദേശത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ അതിനുള്ള ഡോക്യുമെൻറ്റേഷനും അതിനുള്ള കരുക്കൾ നീക്കിയാൽ നിങ്ങൾക്കത് അനുകൂലമായിട്ട് കുറച്ച് കഴിയുമ്പോൾ വരും. ഒരു 6 മാസം കഴിയുമ്പോൾ അത് അനുകൂലമായിട്ട് വരും. അതുകൊണ്ട് അതിനെല്ലാം പറ്റിയ സമയമാണ്. അതായത് നമുക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. കഴിയുന്നത്ര കടം വാങ്ങിക്കാതിരിക്കുക. സാമ്പത്തിക ഇടപാടുകൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനോ മറ്റുള്ളവരിൽ നിന്ന് സഹായം അധികം സ്വീകരിക്കാനോ പോകാതിരിക്കുക. അതായത് ചിലവ് ചുരുക്കി നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. സാമ്പത്തിക സ്ഥാപനങ്ങളിലും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുകളിൽ ഇടപെടുന്നവർ വളരെ ശ്രദ്ധിക്കണം. നമ്മളറിയാതെ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ലോസ് വരുന്ന സമയമാണ്, അതൊന്ന് ശ്രദ്ധ പുലർത്തിയാൽ മതി. അല്ലാതെ പൊതുവിൽ സമയം വളരെ നല്ലതാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ വ്യാഴം മാർച്ച് 2026 ആകുമ്പം ജന്മത്തിലേക്ക് വരുമ്പം കുറേ കൂടെ ഗുണവും ഐശ്വര്യവും വരും. നിങ്ങൾ കുറച്ചുകൂടി ഗുണകരമായ ഒരവസ്ഥയിലേക്ക് മാറും. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ ഗ്രഹങ്ങളൊക്കെ ഒന്ന് മാറി. ശനി മാറി, വ്യാഴം മാറി, രാഹുകേതുക്കൾ മാറി. അപ്പോൾ ഇനി ആ മാറ്റം വരുമ്പോൾ, സാധാരണ രീതിയിലൊരു മാറ്റം വരുമ്പോൾ ആദ്യത്തെ ഒരു 6 മാസം അതിൻ്റെ എഫക്റ്റ് നമ്മളെ നന്നായിട്ട് ബാധിക്കും. അത് കഴിഞ്ഞുള്ള 6 മാസം പിന്നെ മൈൽഡാവും. ചിലപ്പോൾ മറ്റ് ചില ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഗുണങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾ ചിങ്ങക്കൂറുകാരുടെ ഇനിയുള്ള ഈ കുറച്ച് നാളത്തേക്കുള്ള മാറ്റം ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം മാത്രം. ഇപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയണതും നമുക്ക് ഒരു വലിയ വിഷമഘട്ടം നിൽക്കുന്നത് ശനിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടമശനിയാണ്. അപ്പോൾ അഷ്ടമശനി നമുക്കിനി ഒരു 1.5 വർഷം കൂടെ ഇനിയുണ്ട്. എങ്കിലും ശനി ഇനി അങ്ങോട്ട് വലിയ കടുത്ത രീതിയിൽ നമുക്ക് ദോഷങ്ങൾ ചെയ്യത്തില്ല. ഈ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നമുക്ക് ശനി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കുറച്ച് കാലതാമസം വരുത്തുക, ചില കാര്യങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കുക, പിന്നെ നമുക്ക് എന്താ പറയുക, പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പ്രയത്നിക്കേണ്ടവർക്കൊക്കെ ഒരു അലസതയും പിന്നേക്ക് മാറ്റി വയ്ക്കുക, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ പിന്നീട് മാറ്റി വയ്ക്കുക, ഇങ്ങനെയൊക്കെ വരാം. അത് ജോലിയിലോ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വരേണ്ട ഉയർച്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കും, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പണിഷ്മെൻ്റൊക്കെ വരാൻ സാധ്യത ഉള്ളൊരു കാലമായിരുന്നു. അത് മാറി. 11 ലാഭസ്ഥാനത്ത് വ്യാഴമുള്ള സമയമാണ്. അതുകൊണ്ട് സർവേശ്വരകാരകനായ വ്യാഴം എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് കാര്യങ്ങൾക്കും ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സമയമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഒരു 2026 മാർച്ച് കഴിയുമ്പോൾ ഈ 11 ലാഭസ്ഥാനത്തേക്കുന്ന വ്യാഴം 12 നഷ്ടസ്ഥാനത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയുള്ള ഒരു 5-6 മാസം, അതായത് മാർച്ച് വരെയുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ ഗുണകരമായിട്ട് ഉപയോഗപ്പെടുത്തിയാലേ പണ്ടുള്ളവർ പറയും സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തറുക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 6 മാസം നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടുന്ന കരുതലുകളും ധനപരമായിട്ടായിരുന്നാലും നമ്മൾ ചെയ്യേണ്ട ജോലിയിലായിരുന്നാലും പഠിക്കുന്ന കാര്യത്തിലായിരുന്നാലും പുതിയ ജോലി നേടുന്നതിലായിരുന്നാലും സാമൂഹിക പ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനമോ കലാപ്രവർത്തനമൊക്കെ ചെയ്യുന്നവർ നമ്മുടെ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ട ഒരു കാലമാണ്. അതായത് നമ്മൾ മങ്ങി മയങ്ങി ഒതുങ്ങിയിരിക്കേണ്ട കാലമല്ല എന്നർത്ഥം. നമ്മൾ ഊർജ്ജസ്വലരാകേണ്ട കാലമാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്.
നിങ്ങളുടെ ചിങ്ങക്കൂറുകാരുടെ 4ലേക്ക്, 4 പറയുമ്പോൾ നമ്മുടെ തറവാട് കുടുംബം, നമ്മൾ ജനിച്ച കുടുംബം, ആ സ്ഥാനത്തേക്ക് ചൊവ്വ അതുപോലെ തന്നെ ബുധൻ, ഈ 2 ഗ്രഹങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ധനപരമായിട്ട് നമുക്ക് ഗുണം വരണമെങ്കിൽ കുടുംബപരമായ സ്വത്തോ മറ്റ് ഭൂമിപരമായിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് കുറച്ച് ഊർജ്ജം കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വീട് വാങ്ങിക്കാനോ സ്വത്തുക്കൾ സമ്പാദിക്കാനോ താല്പര്യമുള്ളവർക്ക് ലോൺ എടുത്തോ മറ്റു രീതിയിലോ പരിശ്രമിക്കുന്നവർക്ക് ഇപ്പം അത് അനുകൂലമാവുന്ന സമയമാണ്. ബുധനെ കൊണ്ട് നമ്മൾ, അതായത് നമ്മുടെ തറവാട്ട് കാരണവന്മാർ, അമ്മമാർ, മുത്തശ്ശിമാർ, നമ്മുടെ മുതിർന്ന ആൾക്കാരെയൊക്കെ നയപരമായിട്ട് ഒരു ബുദ്ധിയോടെ നമ്മൾ ശുഷ്കാന്തിയോടെ അവരെ കൈകാര്യം ചെയ്തെടുത്താൽ നമുക്ക് ജീവിതത്തിൽ അവർ വഴി ധനമോ രേഖകളോ അത് സംബന്ധമായിട്ടുള്ള ഗുണങ്ങളോ ഒക്കെ വന്നെത്താം. ഇനി മറ്റൊന്ന്, ആ ഭാവത്തിൻ്റെ അധിപതി, അതായത് നമ്മുടെ ചിങ്ങക്കൂറിൻ്റെ 4ാം ഭാവാധിപത്യമുള്ള ശുക്രൻ കേതുവിനോടൊപ്പം നമ്മുടെ ജന്മത്തിൽ തന്നെ ഇപ്പം നിൽക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ജന്മരാശിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാര വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ പ്രയത്നിക്കുന്ന പ്രവർത്തനങ്ങളെ പിന്നോട്ടാക്കാനോ അല്ലെങ്കിൽ പുറമേ ചിരിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെയോ ഒരു ശത്രുക്കളുടെ നീക്കങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്നർത്ഥം. അത് ഏത് പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ചും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തോ കലാരംഗത്തോ നിൽക്കുന്നവർക്ക്, അതുപോലെ നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ലേ അണ്ടർഗ്രൗണ്ട് പാരപണി വരാൻ സാധ്യതയുണ്ട്. അതായത് ഒപ്പം നിൽക്കുന്നവരെയും നമ്മളോട് ആത്മാർത്ഥം കാണിച്ച് നിൽക്കുന്നവരെയും നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. കാരണം അവരിൽ നിന്നായിരിക്കും നമുക്ക് ഏത് കാര്യത്തിനും ബ്ലോക്ക് വരാൻ സാധ്യത. അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. ഒപ്പം തന്നെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 2ൽ ആദിത്യൻ വന്നിട്ടുണ്ട്. 2ൽ ആദിത്യൻ വരുമ്പോൾ ആ ചിങ്ങക്കൂറിനെ സംബന്ധിച്ച് നിങ്ങളുടെ 9ാം ഭാവാധിപത്യം വഹിച്ച ആദിത്യനാണ് 2ൽ വരുന്നത്. അപ്പോൾ ആ ആദിത്യൻ എന്ന് പറയുന്നത് നമുക്ക് സർക്കാർ പരമായിട്ട് കിട്ടേണ്ട ഗുണങ്ങൾ നമുക്ക് ഗുണകരമാക്കി തരും. അതായത് ധനം, നമ്മുടെ സർക്കാർ പരമായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓർഡറുകൾ കിട്ടാനുണ്ടെങ്കിലോ എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യിക്കാനോ പിന്നെ ലോണോ അല്ലെങ്കിൽ നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്ന പ്രമോഷനോ അല്ലെങ്കിൽ അതുവഴിയുള്ള നമുക്ക് എന്തെങ്കിലും ധനപരമായിട്ട് വരേണ്ടിയിരുന്ന ഗുണങ്ങളൊക്കെ ഇപ്പോൾ വന്നു ചേരുന്ന സമയമാണ്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഉള്ള സർക്കാർ രേഖകൾക്ക് എന്തെങ്കിലും വേണ്ടി ഇറങ്ങി തിരിച്ചാലും സ്മൂത്തായിട്ട് നടക്കും. ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വസ്തുക്രയ വിക്രയമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പേപ്പറുകളോ രേഖകളോ നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ പട്ടയമോ മറ്റോ പതിഞ്ഞ് കിട്ടാതെ കിടക്കുന്നു, ഇതിനൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്. ഇങ്ങനെ നമുക്ക് ഒരു വഴിക്ക് അല്ലെങ്കിൽ വേറൊരു വഴിയിൽ ഗുണങ്ങൾ വരുന്നൊരു സമയമാണ്. ഒപ്പം തന്നെ നമ്മുടെ 7ാം ഭാവത്തിൽ സർപ്പനും അവിടത്തേക്ക് കേതുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പം 7ാം ഭാവത്തിൽ സർപ്പനും കേതുവിൻ്റെ ദൃഷ്ടിയും വരുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ ആത്മാർത്ഥമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യേണ്ടവരുമായ ആൾക്കാരുമായിട്ട് അപ്രതീക്ഷിതമായി ചില വാക്ക് തർക്കങ്ങളോ കലഹങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്തോ പറയും തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് അത്തരം ബന്ധങ്ങളിലെല്ലാം ഇടപഴകുമ്പോൾ നമ്മൾ വാക്കിൽ സംയമനം പുലർത്തുക, ക്ഷമയോടെ ഇടപഴകുക. ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു ബോധമണ്ഡലത്തിൽ നമ്മളൊരു ചിന്ത, അതായത് എനിക്കിപ്പോൾ സമയം അത്ര നന്നല്ല, അതുകൊണ്ട് ആൾക്കാരുടെ അടുത്ത് ഇപ്പം വാഗ്വാദം തർക്കിച്ച് ജയിക്കാനുള്ള സമയമല്ല, അല്ലെങ്കിൽ എല്ലാത്തിനും കുറച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ട സമയമാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് അത്തരത്തിൽ വരേണ്ട ഗുണങ്ങൾ വരികയും ചെയ്യും, അത്തരം വ്യക്തികളുമായിട്ടുള്ള ഗുണങ്ങൾ വരികയും ചെയ്യും, അതിൽ വരുന്ന അനിഷ്ടം ഒഴിഞ്ഞു കിട്ടുകയും ചെയ്യും. നമ്മളെപ്പോഴും ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട്, ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്കൊരു ഗൈഡ് ലൈനാണ്.
അതിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന നമ്മുടെ തടസ്സങ്ങളെയും നന്മകളെയും നമുക്ക് വരാവുന്ന ഗുണങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നൊരു ഗൈഡ് ലൈൻ മാത്രം. ഈ ഗൈഡ് ലൈൻ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് നമ്മൾ നമ്മുടെ ഫ്രീ വില്ലും നമ്മുടെ പ്ലാനിങ്ങും ബുദ്ധിയും കൊണ്ട് വേണം ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ. അതിന് അസ്ട്രോളജർക്കോ താന്ത്രികന്മാർക്കോ ഒക്കെ സഹായിക്കാൻ കഴിയുന്ന ലിമിറ്റേഷനുണ്ട്. അവർക്കൊക്കെ നിർദ്ദേശം തരാൻ പറ്റും. താന്ത്രികന്മാർക്ക് ഇപ്പോൾ ക്ഷേത്രത്തിൽ ചെന്നാൽ ഒരു പൂജ ചെയ്യാം, ദൈവാധീനം വർദ്ധിക്കും. ബാക്കി താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പകുതി നമ്മുടെ യുക്തിയും ബുദ്ധി അപ്ലൈ ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ ഇനി ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ഈ അഷ്ടമശനി നിൽക്കുന്ന സമയത്ത് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആ സമയത്തുള്ള യാത്രകൾ, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ ഉടൻ, പ്രത്യേകിച്ച് സന്ധി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാൽ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ ഒടിവ് ചതവൊന്നും വരാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ മുറിവോ ചതവോ അല്ലെങ്കിൽ ഒക്കെ വന്നാൽ നമ്മൾ ഉടനെ, പ്രത്യേകിച്ചും നമ്മൾ എന്താ പറയുക, ചെറിയ അസുഖത്തെ വലുതാക്കി മാറ്റാതെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണെന്ന് വിചാരിച്ചോളണം. എന്നാൽ നമുക്ക് പിന്നെ എന്ത് കാര്യത്തിനൊരു പ്രിക്കോഷൻ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പും അതുപോലെ തന്നെ ഏത് കാര്യത്തിനും ഒരു പ്രതിവിധിയും കൊണ്ടുതരും. കാരണം അഷ്ടമത്തിലെ ശനി നമുക്ക് ചെറിയ പരീക്ഷണം വരുത്തുമെന്നല്ല, ദോഷം വരുത്തത്തില്ല. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 5ാം ഭാവാധിപതിയായ വ്യാഴമാണ് 11 നിൽക്കുന്നത്. സന്താനങ്ങളുടെ ഗുണത്തിന് വേണ്ടി എന്ത് കാര്യം ചെയ്താലും വിജയിക്കും. അതായത് അവരുടെ വിദേശ പഠനം അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും, അവരെ കുറച്ച് വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വിവാഹത്തിന് ശ്രമിച്ചാൽ നടക്കും. അങ്ങനെ ജീവിതത്തിൽ മൊത്തത്തിൽ പോസിറ്റീവായിട്ടൊരു മാറ്റം വരുന്ന കാലമാണ്. അത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക. കന്നി കൂറുകാരുടെ ഇനി വരുന്ന കുറച്ച് കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണം, നമ്മളിപ്പോൾ കുറച്ച് മുമ്പായിട്ടാണ് രാഹുകേതുക്കളും വ്യാഴവും ശനിയും ഒക്കെ മാറി. ഈ മാറ്റം വന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഓരോ കൂറുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണദോഷങ്ങളിൽ ഇനി അങ്ങോട്ട് കുറച്ച് മാറ്റം വരും. അതിൻ്റെ കാരണം, ഏതൊരു ഗ്രഹങ്ങളും മാറി ഒരു 6 മാസം കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് അതിൻ്റെ ഫലങ്ങൾക്ക് കാഠിന്യം, അതായത് ദോഷഫലങ്ങൾക്ക് കാഠിന്യം കുറയുകയും ഗുണകരമായ കാര്യങ്ങൾക്ക് അനുഗുണമായ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് നോക്കാനാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കന്നിക്കൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഉത്രത്തിൻ്റെ മുക്കാല്, അതായത് ഉത്രം 2, 3, 4 പാദം. ഉത്രം കഴിഞ്ഞാൽ അത്തം, ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദം. കന്നിക്കൂറുകാർക്ക് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മാറ്റം വന്ന സമയത്ത് പൊതുവിൽ സമയം കുറച്ച് നല്ലതാണ്. അതിൻ്റെ കാരണം 10ൽ കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന സമയമായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഏകദേശം 2026 മാർച്ച് വരെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഒപ്പം തന്നെ 7ൽ ശനിയുണ്ട്. പക്ഷേ ആ ശനി വളരെ കടുത്ത രീതിയിലുള്ള ദോഷങ്ങൾ, കണ്ടകശനി എന്ന് പറയുമെങ്കിലും വളരെ കടുത്ത ദോഷങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യത്തില്ല. ഇതുവരെ ചെയ്യാൻ പറ്റിയിരുന്ന ശനിയുടെ ദോഷമെന്ന് പറയുന്നത്, 7 എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് സ്ഥാനമാണ്. നമ്മളെ ലൈഫ് പാർട്ട്ണറുമായിട്ട്, അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, നമ്മളെ ബിസിനസ് പാർട്ട്നേഴ്സ്, നമ്മുടെ ജോലിയിലോ ഒക്കെയുള്ള കൊളീഗ്സ്, നമ്മുടെ പ്രവർത്തന മേഖല ആത്മാർത്ഥമായി കൂടെ നിന്നിരുന്ന വ്യക്തികൾ, ഇവരുമായിട്ടൊക്കെ ചെറിയ അകൽച്ചയോ അല്ലെങ്കിൽ നമുക്ക് തർക്കങ്ങളോ ചെറിയ പിണക്കങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞു. ഇനി അഥവാ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയെടുക്കാനുള്ളൊരു സമയമാണ് നമുക്ക് വരുന്നത്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. മാത്രമല്ല, നമുക്ക് കുറച്ച് മൊത്തത്തിൽ അനുകൂലമായിക്കൊണ്ട് നമ്മളെ 2ൽ ധനസ്ഥാനത്ത് ചൊവ്വയും അതുപോലെ തന്നെ ബുധനും വന്നിട്ടുണ്ട്. അപ്പോൾ ചൊവ്വയും ബുധനും 2ൽ വരുമ്പോൾ അതിനകത്ത് ചൊവ്വയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം, അഷ്ടമാധിപത്യവും കൂടെ ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ ജാതകാൽ ചൊവ്വ നല്ല സ്ഥലത്തൊക്കെയാണ്, അത് ഉച്ചനൊക്കെയാണ്. അതുപോലെ തന്നെ അവിടെ ബുധൻ കൂടി വന്നതുകൊണ്ട്, അതായത് കൂറിൻ്റെ അധിപതിയും 10ാം ഭാവാധിപതിയും ബുധൻ കൂടി വന്നതുകൊണ്ട്
നമുക്ക് നേരത്തെ നിന്ന നിയമപരമായ പ്രശ്നങ്ങൾ, അതായത് കേസോ വഴക്കോ തർക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാനുള്ളൊരു അവസരങ്ങളുണ്ടായി വരും. ഭൂമിപരമായ തർക്കങ്ങളോ കേസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരു മാറ്റവും അതൊരു വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ഒത്തുതീർപ്പാക്കി തീർക്കാൻ പറ്റുന്ന അവസരങ്ങൾ വരിക. അതുമായിട്ട് ബന്ധപ്പെട്ട രേഖാപരമായ കാര്യങ്ങളിൽ, അതായത് ഭൂമിയുടെ രേഖകളിലോ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളുള്ള രേഖകളിലൊക്കെ കുറച്ച് എങ്ങനെ പറയാം പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിനെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് ഒന്നുകൂടി അതിനകത്ത് ഗുണകരമായ അവസ്ഥയെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. പ്രത്യേകിച്ചും നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് സമയം അനുകൂലമാണ്. കാരണം അവർക്ക് അവരുടെ നിയമ കാര്യങ്ങൾ കൊണ്ട് ധനപരമായിട്ടായിരുന്നാലും കർമ്മത്തിലായിരുന്നാലും ഉയർച്ച ഗുണം വരുന്ന സമയമാണ്. അതായത് വക്കീൽ ജോലി ചെയ്യുന്നവർ, പോലീസ് ഓഫീസേഴ്സ്, സൈന്യത്തിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ തന്നെ സർക്കാർ അതിൻ്റെ സൈനിക അർദ്ധ സൈനിക വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജീവനക്കാർക്കും കുറച്ച് ഗുണം വരുന്ന സമയമാണ്. ഇനി അത് പിന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ വ്യാഴം 10 നിൽക്കുന്നു ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ധനപരമായിട്ട് പല വഴികളിലൂടെ ഗുണം വരുന്നൊരു കാലമാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നേരായ മാർഗത്തിലല്ലാത്ത ധനം വരാനുള്ള വഴികളും ഓപ്പണായി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ രേഖാപരമായ കാര്യങ്ങൾ, അതിൻ്റെ നിയമപരമായ കാര്യങ്ങളിൽ നാളെ നമുക്ക് കുരുക്കോ പ്രശ്നങ്ങളോ വരാതെ, നിയമപ്രശ്നങ്ങളോ വരാതെ സൂക്ഷിച്ചോളണം. കാരണം 2-ൽ ചൊവ്വയും ബുധനും കൂടെ നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ ആ വരുന്ന അതായത് പ്രത്യേകിച്ചും ഒരു എക്സിക്യൂട്ടീവ് ജോലിയിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ച്, അത് ഇന്ത്യയിലായാലും വിദേശത്തായിരുന്നാലും, നിങ്ങൾ ഒപ്പുവയ്ക്കുന്ന, നിങ്ങൾ ഇടപെടുന്ന എല്ലാ രേഖാപരമായ കാര്യങ്ങളിലും ധനപരമായ കാര്യങ്ങളിലും വളരെ ജാഗ്രത പുലർത്തണം. കാരണം അതിലൂടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അനിഷ്ടം വന്നുകൂടാന്നില്ല. തൽക്കാലം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം 2026 മാർച്ച് വരെ 10 കർമ്മസ്ഥാനത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം 11 വ്യാഴം വരുന്നു. അപ്പോഴും ധനപരമായ ഗുണം തന്നെ ചെയ്യും. ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അനിഷ്ടങ്ങൾ നിങ്ങൾ 2027 അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് ഉത്തരം അന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പിന്നെ നമ്മൾ ഈ ജാതകത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 12 നഷ്ടസ്ഥാനത്ത് കേതുവും ശുക്രനും കൂടെ നിൽക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് പഴയ വാഹനങ്ങൾ നമ്മളതിലുള്ളത് മാറ്റി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ചെയ്യരുത്. ഒരു 3-4 മാസം കൂടെ വെയിറ്റ് ചെയ്യണം. നിലവിൽ പുതിയ വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിലേക്ക് പോകണ്ട. നിങ്ങൾ നിലവിലുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിവാഹം, അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങൾ, പ്രണയം, നിങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തടസ്സം വരാൻ സാധ്യത ഉണ്ടായിരുന്നു. അത് ഇനി അങ്ങോട്ട് നീങ്ങും. തടസ്സമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലതാമസം വരിക, അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ തെറ്റിദ്ധാരണകൾ വരിക, അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ച് വെച്ച വിവാഹം കുറച്ച് അകന്നു പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. അതെല്ലാം മാറും. അതായത് ശരിക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ കഴിയുന്നൊരു കാലത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എല്ലാ രീതിയിലും ഒരു ഗുണകരമായ മാറ്റം വരുന്നൊരു കാലമാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. ഒപ്പം തന്നെ നമ്മൾ വ്യാഴം അനുകൂലമാകുമ്പോൾ എപ്പോഴും നമുക്ക് ദൈവാധീനം ഉണ്ട് എങ്കിൽ പോലും നമ്മളവിടെ നമ്മുടെ ശനി, കണ്ടകശനി നിൽക്കുമ്പോൾ ആ സമയത്തുള്ള യാത്രകൾ അനിഷ്ടമായ അതായത് സോഷ്യൽ മീഡിയ വഴി അല്ലാതെ വരുന്ന ദുർവാസനകൾക്കും ദുർകൂട്ടുകെട്ടുകൾക്കും പോയി ഇറങ്ങാതിരിക്കുക. നമ്മളുമായിട്ട് ഇടപെട്ട് വരുന്ന ഏതൊരു വ്യക്തിയും നന്നായി പഠിച്ച് അവരുമായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ട് വേണം അവരുമായിട്ട് നമ്മളൊരു പിന്നെ ആത്മാർത്ഥ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. പൊതുവിൽ നിങ്ങൾക്ക് സമയം നല്ലതാണ്. പുതിയ കാര്യങ്ങളും ഭാവിയിലേക്കുള്ള കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതികളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാം. ബിസിനസ്സിൽ പുതിയ ഡെവലപ്മെൻറ്റും പുതിയ മാറ്റങ്ങളും വരും.
ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ശുഭകരമായ മാറ്റങ്ങൾ, അതായത് ഇപ്പം നിലവിലുള്ള ജോലി വിട്ട് പുതിയ ജോലിയിലേക്ക് പോകാനോ അതല്ലെങ്കിൽ നിലവിലുള്ള നമുക്ക് പുതിയ ജോലി തേടുന്നവർക്കും അതുപോലെ നിലവിലുള്ള ജോലിയിൽ തന്നെ നമുക്കൊരു പ്രൊമോഷനോ ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് സ്ഥാനമാറ്റമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ബുദ്ധിയുക്തി ഉപയോഗിച്ച് അതിനകത്ത് നീങ്ങിയാൽ അതെല്ലാം അനുകൂലമായിട്ട് വരും. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ തന്നെ കൺസൾട്ടിങ്ങിന് അതിനകത്ത് മെസ്സേജ് ഇടുക. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന എല്ലാ ലൈക്കിനും സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിനും ആ പ്രപഞ്ചശക്തിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ.